ഹലോ ഗുഡ് ഈവനിങ്. ഇനി ഞങ്ങളൊന്ന് പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. മോൻ കുറച്ച് ദിവസമായി പുറത്തോട്ട് പോകണമെന്ന് പറയണു. അപ്പോൾ അവൻ്റെ ഒരു സന്തോഷത്തിന് പിന്നെ ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് ഒരു കുഞ്ഞ് ഔട്ടിങ്. പിന്നെ അവന് മിഠായി വാങ്ങണം. അങ്ങനെ മിഠായി അധികം കൊടുക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല കേട്ടോ ഞാൻ. ബട്ട് നമുക്ക് അവരെ മിഠായി ഒന്നും കാണാതെ വളർത്തിയെടുക്കാനൊന്നും പറ്റില്ലല്ലോ. ആരാ ഈ പറയണേ? പണ്ട് ഉപ്പുകടല വേണമെന്ന് പറഞ്ഞ് കരഞ്ഞ് അടച്ചു പോയ കട വിളിച്ച് തുറപ്പിച്ച് അച്ഛൻ എനിക്ക് വാങ്ങി തന്നിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. കുട്ടികളല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ. ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മയുടെ കടയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞായറാഴ്ച ആയതുകൊണ്ട് വേറെ കടകളൊന്നും തുറന്നിട്ടില്ല, അപ്പോൾ അങ്ങോട്ട് പോയി അവിടെ തന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു. അടുത്താണോയെന്ന് വെച്ചാൽ അടുത്തല്ല, എന്നാൽ കുറച്ച് ദൂരമുണ്ട്. ബൈക്കിലൊക്കെ പോകാൻ പറ്റിയൊരു ദൂരമാണ്. അങ്ങനെ ഈ യാത്രയിലെ ചെറിയ ചെറിയ കാഴ്ചകൾ, റബ്ബർ തോട്ടം മെയിനായിട്ട്, വേറെ ഒന്നുമില്ല അവിടെ. ഞങ്ങൾ പോകുന്ന വഴിയിൽ അപ്പുറത്തൊക്കെ റബ്ബർ തോട്ടങ്ങളാണ്, പിന്നെ കുറച്ച് തെങ്ങുകൾ, വീടുകൾ, അതിലൊക്കെ പറ്റിയ കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ട് അങ്ങനെ കടയെത്തി കേട്ടോ. 2 മഞ്ച് മേടിച്ച് അവന് കൊടുത്തപ്പോൾ അവൻ ഒന്നേ മേടിച്ചുള്ളൂ. പിന്നെ ഞാൻ രണ്ടും കൊടുത്തു. കുറച്ച് കഴിയുമ്പോൾ അവൻ തന്നെ ചോദിക്കും. അങ്ങനെ പിന്നെ അവിടെ കുറേ ചെടി കണ്ടപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ആൻറ്റി എനിക്കൊരു ചെടി തരാമോ എന്ന്. പീസ് ലില്ലി ആയിരുന്നു. അപ്പോൾ ആൻറ്റി എനിക്ക് തന്നു സന്തോഷത്തോടെ. ഞാൻ വളരെ ഹാപ്പിയായി. നല്ലൊരു പാവം ആൻറ്റി ആയിരുന്നു കേട്ടോ. ഞാൻ ചോദിച്ചതും വേഗം തന്നു ആൻറ്റി. ഞങ്ങൾ വീട്ടിലെത്തി, ഞങ്ങൾ മൂന്നാൾ ഹാപ്പിയായി.